മൂന്നാറിൽ വരുന്നവർക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന താമസ സൗകര്യത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ നീല കളറിൽ കാണുന്ന ബസ്സുകളിലാണ് നമ്മുടെ മൂന്നാറിലെ KSRTC നമുക്ക് വേണ്ടി സ്റ്റേകൾ ഒരുക്കിയിട്ടുള്ളത്. അതിലൊരു ബസ്സിന് മുകളിൽ ഇങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. അതിന് മുകളിൽ നിന്ന് നമുക്ക് രാത്രി കാഴ്ചകളൊക്കെ കാണാം. അവിടെ ഒരു ചെയറൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഇരിക്കാം. അപ്പൊ ഇതുപോലെ പിന്നെ ഡിപ്പോന്റെ അകത്ത് ഇതുപോലെ ഒരുപാട് ബസ്സുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് ബസ്സിന്റെ ഉള്ളിലെ ഒരു സൗകര്യം ഈ ഒരു രീതിയിലാണ്. AC ആണ്, ഫാൻ ഉണ്ട്, ഇവിടെ നമുക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട്. പിന്നെ അതേമാതിരി ചാർജ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. പിന്നെ അതുപോലെ ബസ്സിന്റെ 4 സൈഡിലൂടെ നമുക്ക് നടക്കാം. അതിന്റെ നടുഭാഗത്തായിട്ടാണ് ഇങ്ങനെ ബർത്തുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബർത്തിന് 220 രൂപ മാത്രമാണ് വരുന്നത്. AC സൗകര്യം ഉണ്ട്, പില്ലോ ഉണ്ട്, അതേപോലെ ബ്ലാങ്കറ്റ് ഉണ്ട്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സൗകര്യം തന്നെയാണ് കേട്ടോ അത് KSRTC ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഏത് തരം യാത്രക്കാർക്കും, നമ്മൾ ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അതല്ല ബാച്ചിലേഴ്സ് ആണ് അല്ലെങ്കിൽ ഗേൾസ് ഒള്ളി ട്രിപ്പാണ്, ഏത് തരം യാത്രക്കാർക്കും ഇവരുടെ ഈ ഒരു ഡിപ്പോയിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ നേരിട്ട് വന്നിട്ടോ ഇതിന് ബുക്കിംഗ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ KSRTCയിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം അല്ലേ. ഇത് എല്ലാത്തരം യാത്രക്കാർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ രാത്രി കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു കാര്യങ്ങളും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചിക്കൻ്റെ ഒരു ഗ്രേവി ടൈപ്പ് ചില്ലിയാണ് നമ്മൾ കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് നമ്മളെ മൂന്നാർ ഡിപ്പോയുടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലായിരുന്നു. അപ്പം ഞാൻ താമസത്തിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ താമസം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും മൂന്നാറിലേക്കുള്ള ഉല്ലാസയാത്രാ പാക്കേജിലാണ് വന്നത്. അതിന് പ്രകാരം നമുക്ക് താമസം KSRTC ബസ്സിൻ്റെ ആ ഒരു സ്റ്റേ തന്നെ ആയിരുന്നു. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമുക്ക് വൈഫൈയുടെ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അതേപോലെ വോയിസ് ഓവർ കൊടുക്കാനും കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വൈഫൈ സൗകര്യമുള്ള ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കാനുണ്ടായത്. കുറച്ച് പേര് കൂടെ നമ്മളെ കൂട്ടത്തിൽ കുറച്ച് പേര് ഇങ്ങനെ റൂമുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തങ്ങിയ റൂമാണ് നിങ്ങൾക്ക് കാണാവുന്നത്. ഇത് ഞാൻ 800 രൂപയ്ക്കാണ് എടുത്തത്. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള പുതിയൊരു കോട്ടേജ് ആയിരുന്നു. JJ കോട്ടേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു മൂന്നാറിൽ നമ്മളെ ബസ് ഡിപ്പോയുടെ അടുത്ത് തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. അങ്ങനെ നമ്മളെ വീഡിയോ എഡിറ്റിങ്ങും കുറച്ച് അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഒരു 12:30 മണിയായി. നമുക്ക് രാവിലെ 6 മണിക്ക് എണീക്കേണ്ടതുണ്ട്. 8 മണിയോട് കൂടി നമ്മൾ ഇവിടുന്ന് 2-ാം ദിവസം മൂന്നാറിലെ കാഴ്ചകൾ കാണാനുള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി രാവിലെ കാണാം. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് തയ്യാറായി വന്നപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് ഇപ്പോൾ മൂന്നാറിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയി ഓടുന്ന ബസ് ഇപ്പോൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്ന നീല ബസ്സുകളെല്ലാം സ്റ്റേ സൗകര്യമുള്ള ബസ്സുകളാണ് കേട്ടോ. ഒരുപാട് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ടോ എങ്ങനെ വന്നാലും ഗേൾസ് ഓൺലി ട്രിപ്പ് ആണെങ്കിലും ഒക്കെ ഇവിടെ സൗകര്യം ഉണ്ട്. എന്തായാലും വിളിച്ച് ബുക്ക് ചെയ്ത് വരുന്നത് നന്നാവും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഇന്നത്തെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും യാത്രകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാണണം. ഞാൻ ഈ ഒരു സ്റ്റേൻ്റെ വീഡിയോ മാത്രമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള യാത്രകളുടെയും മറ്റൊക്കെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എന്തായാലും മൂന്നാറിൽ വരുന്നവർക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സൗകര്യം മൂന്നാറിൽ തന്നെ ഉണ്ട്. അതും AC സൗകര്യമാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലേ. വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന, നമ്മൾ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഏകദേശം നമുക്കൊരു റൂമിന് തന്നെ നല്ല ചിലവ് വരാറുണ്ട് അല്ലേ. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളൊറ്റയ്ക്കൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്ക് മൊബൈൽ കുത്തിയിടാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരു പുറത്തുനിന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ഒരു സൈഡിലാണ്. പിന്നെ അതേപോലെ ബാത്റൂം ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട്, അതായത് ഒരു KSRTC സ്റ്റാൻഡിൽ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. അതല്ലാതെ ഈ ഇത്തരം സ്റ്റേ ചെയ്യുന്ന ആളുകൾക്കായിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റി കുറച്ച് അപ്പുറത്തായിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെയൊക്കെ ആളുകളായതുകൊണ്ട് നമുക്കത് വീഡിയോ ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും അവിടെ ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. ബാത്റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൻ്റെ സൗകര്യം വേറെയും കുളിക്കാനുള്ള സൗകര്യം വേറെ ആയിട്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ട്. അതും അത്യാവശ്യം നല്ല വൃത്തിയോടും ഒക്കെ കൂടി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പില്ലോ അതേപോലെ പുതപ്പ് എന്നിവയൊക്കെ നമുക്ക് ഇവർ ഈ ഒരു സ്റ്റേയിൽ നമുക്ക് ഈ ഒരു 220 റുപ്പീസ് തന്നെ അവൈലബിളുമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ. ഞങ്ങൾ 48 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ യാത്ര പോയത്. ഞാനും കുറച്ച് പേര് മാത്രമേ ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാത്തവരുള്ളൂ. പക്ഷെ എല്ലാവർക്കും വളരെ ഹാപ്പിയായി, ആ ഫെസിലിറ്റി ഉപയോഗിച്ചവർക്ക് എല്ലാവരും ഹാപ്പിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ചേർക്കാമെന്ന് പറഞ്ഞത്. ഇത്തരം കോട്ടേജുകൾ ഇവിടെ ഒരുപാടുണ്ട്.